ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ മുന്തിരിവള്ളി റോളിംഗ് ആണ്. നമ്മൾ മുന്തിരിവള്ളി നല്ല ആരോഗ്യത്തിൽ വളർന്ന ശേഷം ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഇതിൽ 2-3 തരം തണ്ടുകളുണ്ട്. ഇതാണ് നല്ല മൂത്തത്. ഇത് വെട്ടേണ്ട ആവശ്യമില്ല, ഇതും വെട്ടണ്ട. ഇതിലൊരു പച്ച കളർ വരും, കണ്ടോ? ഈ പച്ച കളർ കാണുന്നതാണ് വെട്ടിക്കളയേണ്ടത്, ഈ പച്ച കളർ. പിന്നെ ഇതേപോലെ വണ്ണം കുറഞ്ഞതും വെട്ടിക്കളയണം. അത് എവിടുന്നാണ് നിറവെട്ടേണ്ടത്? ഇവിടുന്ന്. ഈ തണ്ടാണ് വെട്ടിക്കളയേണ്ടത്. ഇത് കഴിഞ്ഞ ശേഷം എല്ലാം വെട്ടിക്കളഞ്ഞ ശേഷം നമ്മൾ ചാണകവും കടലപ്പുണ്ണാകും പുളിപ്പിച്ചിട്ട് ചോട്ടിൽ ഒഴിച്ച് കൊടുക്കണം, കുറച്ച് മണ്ണ് നീക്കിയിട്ട്. ഈ പുളിപ്പിച്ച് ഒഴിച്ച് കൊടുക്കുന്നത് കായ നല്ലപോലെ ഉണ്ടാകാനും, പിന്നെ എല്ലാവരും പറയുന്നുണ്ട് മുന്തിരി ഉണ്ടാവില്ല എന്ന്. അതൊക്കെ വെറുതെയാണ്. നമ്മൾ നല്ലപോലെ കായ ഉണ്ടായി കഴിഞ്ഞ ശേഷം വെട്ടി കൊടുക്കണം, എല്ലാ തവണയും. നിത്യം വൃത്തിയിടാവുന്നതുകൊണ്ടാട്ടോ ഈ മാസം വെട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ഈ മാസമല്ല വെട്ടേണ്ടത്, മഴയൊക്കെ നിന്ന സമയമാണ് വെട്ടിക്കൊടുക്കുക. പിന്നെ ഞാനിപ്പോൾ മുറ്റത്താണ് നമ്മൾ പന്തലിട്ടിരിക്കുന്നത്. മുറ്റത്ത് ഈ ഇലകളൊക്കെ വീണിട്ടേ വൃത്തിയിടാൻ കാണും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വെട്ടിക്കളയാമെന്ന് വിചാരിച്ചു. എന്നാലും കായ ഉണ്ടാവും, മധുരം കമ്മിയായിരിക്കും. നല്ല പോലെ കായ ഉണ്ടാവും, മധുരം ഉണ്ടാവില്ല. ചെറിയൊരു പുളിപ്പായിട്ട് ഈ മഴവെള്ളമൊക്കെ കുടിച്ചിട്ടേ ഈ കായ ഉണ്ടാകുന്ന ടൈമിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടില്ല, അത് മധുരം കുറയുണ്ടാച്ചിട്ട്. അപ്പോൾ അതാണ് വേനൽക്കാലം നല്ല മധുരം. പിന്നെ ഒരു പഴുക്കുന്നിടയ്ക്ക് വിള്ളൽ വരും, അതാണ് വേഗം മോശമായി പോവുക. ഇവിടെയൊക്കെ വെട്ടിക്കഴിഞ്ഞു, ഇനി കുറച്ചും കൂടി വെട്ടാനുണ്ട്. ഇതുപോലത്തെ എല്ലാ വള്ളികളും വെട്ടിക്കളയണം. ഞാൻ അതിനാണ് പുതിയ ഇല വരിക. ആ വരുന്നതിലൊക്കെ മുട്ടുണ്ടാവും, പൂമുട്ടുണ്ടാവും. ഇതുപോലെ എല്ലാം വെട്ടിക്കളയണം ഫുള്ളും. മുന്തിരിവള്ളി മുഴുവനും വെട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഇതേപോലെ എല്ലാ തവണയും മുന്തിരി ഉണ്ടാകുമ്പോൾ വളമിട്ട് കൊടുക്കണം. പിന്നെ ഇതിൽ വണ്ണമുള്ള തണ്ട് കണ്ടോ, അത് മാത്രം നിർത്തുക, ബാക്കിയെല്ലാം വെട്ടിക്കളയണം. അത് ഓരോ തവണയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ മുന്തിരി ഉണ്ടാവുള്ളൂ. എല്ലാവരും പറയുന്നുണ്ട് മുന്തിരി ഉണ്ടാവുന്നില്ല, അതൊക്കെ വെറുതെയാണ്. വള്ളികളൊക്കെ നല്ലപോലെ വെട്ടിക്കൊടുത്താൽ, എല്ലാ തവണയും വെട്ടിക്കൊടുത്താൽ മുന്തിരിയൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ വളം നമുക്ക് ഈ വള്ളിയും ഇലകളൊക്കെ നമുക്ക് തെങ്ങിൻ്റെ ഒട്ടിലിട്ട് കൊടുക്കണം, നല്ല വളമാണത്. ഇതിൽ കണ്ടോ, ഒരു വള്ളി വെട്ടിക്കഴിഞ്ഞ ശേഷം ഒരു വള്ളീൻ്റെ അറ്റത്തൊരു വെള്ളം ഒറ്റുന്നു കണ്ട, മുന്തിരി കരയുന്ന പോലെ ഇല്ലേ, കണ്ട ഒറ്റി വീണു. നോക്കി. ഇനി അടുത്ത വീഡിയോ ഇലയും പൂക്കളും കായും എല്ലാം ഉണ്ടായിക്കഴിഞ്ഞുള്ള ശേഷമുള്ള വീഡിയോ അടുത്തത് ഞാനിടാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.